CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജനും G സുധാകരനും വിമർശനം. ദല്ലാൽ നന്ദകുമാറുമായി എന്തു ബന്ധമാണ് EP-ക്കുള്ളത് എന്നാണ് ചോദ്യം. G സുധാകരനെതിരെയും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നു. സുധാകരനെ നിയന്ത്രിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ആരോഗ്യമേഖലയ്ക്കും പോലീസിനുമെതിരെ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, എന്തൊക്കെ തരം വിമർശനങ്ങളാണ് സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത്? പ്രധാനമായും EP-ക്കും G സുധാകരനുമെതിരെയാണോ വിമർശനം? G സുധാകരനെതിരെ എന്താണ് ഉയർന്ന വിമർശനം? സ്മൃതി, CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് നടന്ന ചർച്ചയിൽ G സുധാകരനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. G സുധാകരന്റെ വാക്കുകൾ പലപ്പോഴും അതിർവിടുന്നു. അത് പാർട്ടിക്ക് ദോഷകരമായി തീരുന്നു. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് G സുധാകരനെ നിയന്ത്രിക്കണം എന്നാണ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. മറ്റൊന്ന്, LDF മുൻ കൺവീനർ EP ജയരാജനെതിരെയും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനമുയരുന്നു. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ തെറ്റില്ല, അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജൻ കണ്ടത് അത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യമാണ് പ്രതിനിധികൾ ഉയർത്തിയത്. സംസ്ഥാന പോലീസിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉയരുന്നുണ്ട്. പ്രധാനമായും പോലീസിന്റെ ജോലി ഫോട്ടോ എടുപ്പും ഒപ്പം തന്നെ പെറ്റിയടിക്കലും മാത്രമാണ് എന്നുള്ള ഒരു വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. അല്പസമയം മുമ്പ് കോന്നി MLA KU ജനീഷ് കുമാർ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിച്ചു. പ്രധാനമായും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയാണ് KU ജനീഷ് കുമാർ MLA സംസാരിച്ചത്. ഒപ്പം തന്നെ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രവർത്തനം നല്ലതാണെന്ന ഒരു അഭിപ്രായം കൂടി KU ജനീഷ് കുമാർ MLA പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷവും ഈ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ച തുടരും. അതിനുശേഷമായിരിക്കും ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു വിശദീകരണം വിമർശനങ്ങൾക്ക് വരിക. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് കൂടി വരും മണിക്കൂറിൽ ഉണ്ടായേക്കും. ഒപ്പം തന്നെ പാർട്ടി അണികൾ പ്രധാനമായും അതിരുവിട്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടിയും ഒപ്പം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയും പല വിഷയങ്ങളിൽ വിമർശനങ്ങൾ നടത്തുന്നു. അങ്ങനെ അതിരുവിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടിക്ക് ദോഷകരമായി തീരുന്നു എന്നൊരു അഭിപ്രായം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം അണികൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിരുകടന്ന് വിമർശനം ഉന്നയിക്കുന്നതിനെ പാർട്ടി നേതൃത്വം തടയണം എന്ന അല്ലെങ്കിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ഒരു ആവശ്യം കൂടി പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ട്. ഒപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കണം, RSSന്റെ നിലവിലുള്ള നിലപാടുകളെ എതിർക്കുന്നതിന് ഇത് സഹായകരമാകും എന്ന ഒരു അഭിപ്രായം കൂടി പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമായും ജില്ലാ സെക്രട്ടറിയെയും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നാളെ ആയിരിക്കും നടക്കുക. നാളെ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. സ്മൃതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് വിശദാംശങ്ങൾ നൽകിയത്.